കരിമണൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള പ്രകടമായ നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ KMML ബന്ധപ്പെട്ട് മറ്റൊരു വിദണ്ഡവാദം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതായത് KMML ഒരു സ്വകാര്യ കമ്പനിയെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു ഖനനത്തിന് പുറപ്പെട്ടു എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെ KMML സാധാരണഗതിയിൽ ഖനനം ചെയ്ത കരിമണൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്. ആ കരിമണൽ ഉപയോഗിക്കുമ്പോൾ അവർ ഇൽമനേറ്റാണ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. ബാക്കി വരുന്ന മണലുണ്ട്, ആ ബാക്കി വരുന്ന മണലിൽ പല ധാതുക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മോണോസൈറ്റ്. ഇപ്പോൾ മോണോസൈറ്റ് അടക്കമുള്ള അമൂല്യമായ ധാതുക്കളുള്ള ഈ മണൽ അവർ ചെയ്യുന്നത് കോൺക്രീറ്റ് അറകളുണ്ടാക്കി അവയിൽ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതാണ് KMML എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. ഈ ബാക്കിയുള്ള മണലിലുള്ള മോണോസൈറ്റ് പോലുള്ള കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നിറച്ച് വന്നാൽ പിന്നെ എല്ലാം നിറയുമല്ലോ, പിന്നെ ഇതെവിടെ വെക്കും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ ഒരു അടിയന്തര ആവശ്യമായി വന്നു. അവരതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങി. കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NFTDC ആ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് 18 മാസത്തെ പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനുവേണ്ടി KMML ടെൻഡർ വിളിച്ചു. അതൊരു യഥാർത്ഥത്തിലുള്ള ഗവേഷണ പദ്ധതിയാണ്. അത് ഖനനമല്ല, ഖനനം നടക്കുന്നേയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള മണലിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ, അതാണ് KMML ആലോചിച്ചത്. ഈ ടെൻഡറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവസാന തിരഞ്ഞെടുപ്പല്ല. അതിനകത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമാനുസൃത അനുമതി ലഭിച്ചാൽ മാത്രമേ അവരുമായി ധാരണാപത്രം ഒപ്പിടുകയുള്ളൂ. അത് ആ ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് നിലപാടെടുത്തതാണ്. വ്യവസായ വകുപ്പ് ആ തരത്തിൽ നിർദ്ദേശവും നൽകിയതാണ്. ഇവർക്ക് ഒരു വർക്ക് ഓർഡറും നൽകിയിട്ടില്ല ഈ പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക്. ഈ പൈലറ്റ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന മിനറൽസ് അത് പൂർണ്ണമായും KMML തന്നെ കൈമാറണം എന്നതും ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു ഖനനമല്ല, ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു പദ്ധതിയാണ്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. ആ സാങ്കേതിക വിദ്യ ഉള്ള കമ്പനിയെ തേടി പോവുകയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ മന്ത്രിസഭാ തലത്തിൽ ഇക്കാര്യത്തിൽ നയപരമായി അംഗീകാരം നൽകി കഴിഞ്ഞിട്ടില്ല. കേവലമായ ഒരു പരീക്ഷണ പദ്ധതിയായാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് മുഖ്യമന്ത്രി വലിയ തോതിൽ വളച്ചൊടിക്കുന്ന നിലയാണുണ്ടായത്. ഈ പരീക്ഷണ പദ്ധതിയെ കരിമണൽ
ഖനനം, കുത്തകകൾക്ക് വിൽക്കാനുള്ള അഴിമതി നിറഞ്ഞ നീക്കത്തിന് ന്യായം കണ്ടെത്താൻ വേണ്ടി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കണ്ടു. ഇത് ശരിയായ രീതിയല്ല. സാധാരണഗതിയിൽ വലിയ തോതിൽ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നത് അഭിലഷണീയമായ കാര്യമല്ല. വസ്തുതകളെ സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും നാടിനെ അറിയിക്കാനും മാധ്യമങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ചിലരെങ്കിലും മറ്റു തരത്തിലുള്ള വാർത്തകൾ ഇതുമായി നൽകിയതുകൊണ്ടാണ് ആ തരത്തിൽ ഞാൻ പറയുന്നത്. മറ്റൊരു പ്രശ്നം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ്. അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇതെന്തോ ഒരു വലിയ വിദേശ നിക്ഷേപം ഇവിടെ വരികയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ചിലർ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരിടപാടാണ് ഇതാദ്യം. അത് പ്രത്യേകം കാണണം. നമ്മുടെ കൺസെഷൻ അഗ്രിമെൻ്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ലത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയുള്ളതാണോ? കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി. പക്ഷേ അദാനി പോർട്ടിൻ്റെ അധികൃതർ സർക്കാരിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? അത് വസ്തുതയാണോ? ഇവിടെ വേറൊരു കാര്യം, അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത ഒരപേക്ഷയുണ്ട്. അതിലവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ത് റെഫറൻസ് ടു ദ captioned subject, we would like to inform you that the company has entered into share purchase and subscription agreement on June 29th, 2026 with Mundi Limited, bracket Mundi, pursuant to which Mundi will invest for 49% interest in Adani Viഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു.
എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യത്തിൽ അവിടെയുള്ള അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാൻ പറ്റിയത്? That the company has entered into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തത ഉണ്ടാകേണ്ടത്. കൂടുതൽ വ്യക്തത ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ സർക്കാർ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് പോർട്ട് വകുപ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടി നാടറിയുന്നത് നല്ലതാണ്. അപ്പോൾ കേരള താല്പര്യത്തിന് വിരുദ്ധമായൊരു നീക്കമാണിത്. വിഴിഞ്ഞം തുറമുഖത്തെ ഇത്തരത്തിൽ ഒരു പുതിയ ഉടമക്ക് വിൽക്കത്തക്ക രീതിയിൽ ഉടമക്ക് വിൽക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ട് നടപടിയാണ് ഇത് കാണുന്നത്. ഒരു ബഹുരാഷ്ട്ര കുത്തകക്ക് വിൽക്കുന്നതിൻ്റെ ആദ്യപടിയായി ഇതിനെ കാണാവുന്നതാണ്.